ഹായ്, എൻ്റെ പേര് അലീന. എൻ്റെ വീട് കോട്ടയത്താണ്. എനിക്ക് അയർലൻഡ് സ്കോറുണ്ട്. ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ടിജൂസിലുള്ള എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. കാരണം ടിജൂസ് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പം കിട്ടത്തില്ലായിരുന്നു ഈ സ്കോറ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ടിജൂസിനെ പറ്റി എന്നോട് പറയുന്നത്. നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നന്നായിട്ട് പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ടിജൂസിൽ വന്നു. നല്ല ടെൻഷനായിട്ടാണ് വന്നത്. കാരണം OET എന്നാന്ന് പോലും അറിയത്തില്ലാതാണ് വന്നത്. ഫസ്റ്റ് 2 വീക്സ് ഓറിയൻറ്റേഷൻ ക്ലാസ്സൊക്കെ ആയിരുന്നു. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് എല്ലാം പഠിപ്പിച്ചു തന്നത്. നല്ല സപ്പോർട്ടിങ് ആയിരുന്നു അവരൊക്കെ. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മൊഡ്യൂൾസ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ആദ്യമൊക്കെ നല്ല ഒട്ടും സ്കോർ കിട്ടത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു 18ന് മുകളിലൊന്നും പോകത്തില്ലായിരുന്നു. പിന്നെ അത് മാഡംസൊക്കെ പറഞ്ഞു സാരമില്ല, കുഴപ്പമില്ല, കിട്ടും എന്നൊക്കെ പറഞ്ഞ് നല്ലതായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചത്, മൊഡ്യൂളെല്ലാം ചെയ്യിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റൈറ്റിംഗ് ഒക്കെ തന്നെ ലെറ്റർ എഴുതാനൊക്കെ തുടങ്ങി. ആദ്യമൊക്കെ ഭയങ്കര മിസ്റ്റേക്സ് ആയിരുന്നു അതിലൊക്കെ. പിന്നെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ട്രെയിനിങ് തരും, എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് പറ്റിയത്, എവിടെയൊക്കെ ബെറ്ററാക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സാറിൻ്റെയും മാഡത്തിൻ്റെയും ഗ്രാമർ ക്ലാസ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഒട്ടും ബോറടിക്കാതെയാണ് സാറിൻ്റെ ക്ലാസ്സൊക്കെ പോകുന്ന ഗ്രാമർ ക്ലാസ്സൊക്കെ. സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. നല്ല കോമഡിയൊക്കെ ആയിട്ടാണ് സാറ് ക്ലാസ്സൊക്കെ എടുക്കുന്നത്. ഭയങ്കര സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ മാഡം ആണെങ്കിലും എല്ലാ ദിവസവും നമ്മളിങ്ങനെ എവിടെയൊക്കെ ആർട്ടിക്കിളുണ്ട്, എവിടെയൊക്കെ ആർട്ടിക്കിളില്ലെന്ന് ഇങ്ങനെ നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും. അപ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലിങ്ങനെ അത് പതിയും, എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുമ്പോഴാണെങ്കിലും ഇങ്ങനെ അറിയാതെ വരും, അതൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സാം ഡേറ്റ് എടുക്കണമെന്നൊക്കെ ഭയങ്കര ഡൗട്ടൊക്കെ ആയിരുന്നു. എന്തായാലും എടുത്തല്ലേ പറ്റുമെന്ന് ഓർത്ത ഡേറ്റൊക്കെ എടുത്തു. ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ തന്നെ കുറച്ച് കട്ടിയുള്ള ലെറ്ററൊക്കെ വന്നു. പക്ഷേ തെറ്റൊക്കെ എഴുതുന്നുണ്ടെങ്കിലും അവർ കറക്ഷനൊക്കെ നന്നായിട്ട് തരും. നമുക്ക് ഒട്ടും ദേഷ്യപ്പെടാതെ അവർ ഭയങ്കര കാമായിട്ട് നമ്മൾ എത്ര തവണ ചോദിച്ചാലും പറഞ്ഞു തരുമായിരുന്നു. പിന്നെ എക്സാം ബാച്ച് കയറിയപ്പോൾ ഞങ്ങൾക്ക് റീഡിങ്ങിൻ്റെ A പാർട്ടോ Bയോ Cയോ ഏതെങ്കിലും ഒരെണ്ണം വീട്ടിൽ തന്നു വിടും ചെയ്യാൻ വേണ്ടി. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട് ടച്ച് വിട്ടു പോകാതെ ഞങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ 2-3 ദിവസം മുന്നേ സാറിൻ്റെ പ്രെയറൊക്കെ ഉണ്ടായിരുന്നു. സാറിൻ്റെ പ്രെയർ ശരിക്കും ഹെൽപ്ഫുള്ളാണ്. നമുക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും.